discuss some problems. The question is, evaluate the surface integral double integral or s y square z square ds where s is the part of the cone z equal to root of x square plus y square that lies between the planes z equal to 1 and z equal to 2. നമ്മൾ സർഫേസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനാണ്. ഇതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് വൈ സെഡ് ആണിത് അല്ലേ. ഹിയർ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു വൈ സ്ക്വയർ സെഡ് സ്ക്വയർ. പിന്നെ ഇവിടെ എസ് എന്ന് പറയുന്നത് സർഫേസ് എന്ന് പറയുന്നത് എന്താണ്, പാർട്ട് ഓഫ് ദ കോൺ ആണ്. കോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോണിന്റെ ഒരു പാർട്ട്. z ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോണിന്റെ ഒരു പാർട്ടാണ്. അത് ലൈ ചെയ്യുന്നത് z ഈക്വൽ ടു 1 അതുപോലെ z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലെയിനിന്റെ നടുവിലാണ് ഉള്ള കോണിന്റെ പാർട്ടാണ് ഇവിടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓവർ ദ സർഫേസ് എസ് which is the part of the cone z equal to root of x square plus y square that lies between the planes z equal to 1 and z equal to 2. അങ്ങനെ നമ്മൾ ആ കോണിന്റെ ആ പാർട്ട് അത് നമ്മുടെ സർഫേസിൽ ഇരിക്കുകയാണ്. അതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും അല്ലെ, എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഒക്കെ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ്സ് പ്രൊജക്ഷൻ ആർ. ആർ എന്നാണ് നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷനെ വിളിക്കുക. ഇറ്റ്സ് പ്രൊജക്ഷൻ ആർ ഓൺ ദ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ആനുലസ് ആയിരിക്കും. എന്ന് വെച്ചാല് നമ്മുടെ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ഈക്വൽ ടു 1-ലും സെഡ് ഈക്വൽ ടു 2-ലും ആണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. കോണിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കോണിന്റെ ബേസ് വരുന്ന സർക്കിള് റേഡിയസ് ഒന്നെങ്കിൽ കുറഞ്ഞു പോകും അല്ലെങ്കിൽ കൂടി വരും അല്ലെ. അപ്പൊ റേഡിയസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ രണ്ട് സർക്കിളുകളാണ് നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുക. അപ്പൊ ഞാൻ പിക്ചർ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോണിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ കോണിന്റെ മുകൾ ഭാഗത്തെ പ്ലെയിൻ z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്ത് വെക്കുന്നു. അപ്പൊ അവിടെ 2 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. അതുപോലെ താഴെ ഭാഗം z ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഈ കോണാണത്. അതിനെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാ z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിനെ റിഫ്ലക്ട് ചെയ്ത സർക്കിള്, അതുപോലെ z ഈക്വൽ ടു 2-നെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ആ സർക്കിളിനെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ള സർക്കിള്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുക ഇതിനുള്ളിലുള്ള പോർഷൻ, അതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ, പിക്ചർ ഇത് അത്രേ ഉള്ളൂ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് പറയാം, ഇറ്റ്സ് പ്രൊജക്ഷൻ ഓൺ ദ എക്സ് വൈ പ്ലെയിൻ ഈസ് ദ ആനുലസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 റേഡിയസ് ഉള്ള സർക്കിൾ ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. ഇത് 2 റേഡിയസ് ഉള്ള സർക്കിൾ. പിന്നെ നമ്മൾ റീജിയനും എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഇഫ് വി റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ഗിവൺ സർഫേസ് ആസ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, നമ്മളപ്പോ സർഫേസിന്റെ ഇക്വേഷൻ നമ്മൾ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് എഴുതാൻ പോവാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും, ഇവിടെ z എന്ന് പറയുന്നത് ഇതാണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പിന്നെ നമുക്ക് എഫ് കിട്ടി, എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിക്കണം അല്ലെ. ദെൻ എഫ് എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. 2x വരും, 2 കട്ടായി പോയി. അപ്പൊ ഇതാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി എഫ് വൈ ഇതുപോലെ ചെയ്യാം. 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇത് വരും 2y.
അപ്പൊ എഫ് എക്സും എഫ് വൈയും കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. സർഫേസ് ഇന്റഗ്രൽ കാണാനുള്ള ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ എസ് വൈ സ്ക്വയർ സെഡ് സ്ക്വയർ ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. അപ്പൊ ഇവിടെ സെഡിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? എഫ് ഓഫ് എക്സ് വൈ കൊടുക്കും. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എസ്. ഡി എസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം അല്ലെ. സർഫേസ് ഇന്റഗ്രലില് അവിടെ എന്ത് വരും? റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ഡി എ. പിന്നെ നമ്മൾ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വരിക? നമുക്ക് മുകളിലേക്ക് എഴുതാം. ജി എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം അല്ലേ. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ആണ്. ജി ഓഫ് എക്സ് വൈ സെഡ് എന്തായിരുന്നു? സെഡ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ വൈ സ്ക്വയർ തന്നെ, വൈ തന്നെയാണ്, സെഡ് ആണ് മാറി. അപ്പൊ സെഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ആണ് അല്ലെ. എഫ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ റൂട്ട് അങ്ങ് ക്യാൻസൽ ആയി പോകും അല്ലെ. റൂട്ട് സ്ക്വയറും കൂടെ പോയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മാത്രമാവും. പിന്നെ അതിന്റെ കൂട്ടത്തില് റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ റൂട്ട് അല്ലെ. അതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയറും വരും, ഈ റൂട്ട് ക്യാൻസൽ ആയി പോവുകയും ചെയ്യും. അപ്പോ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അടുത്ത എഫ് വൈന്റെയും സ്ക്വയർ ആണ്. വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പിന്നെ ഡി എ. പിന്നെ ഇവിടെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ രണ്ടിന്റെ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ ഒരുമിച്ച് എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അപ്പൊ 1 പ്ലസ് 1 വരും. അപ്പൊ റൂട്ട് 2 വരും അല്ലെ. അപ്പൊ ആ റൂട്ട് 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് ഞാൻ പുറത്തേക്ക് എടുത്തു. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി. ഇതാണ് നമ്മുടെ ഡബിൾ ഇന്റഗ്രൽ സർഫേസ് ഇന്റഗ്രൽ കാണാനുള്ള ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഡി എ ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ സർഫേസ് എങ്ങനെ എവിടെ തൊട്ട് എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം നമുക്കറിയണം അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് എക്സിന്റെ വൈന്റെ ലിമിറ്റുകൾ കിട്ടണം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആനുലസ് റീജിയൻ ആണ്. ആനുലസ് റീജിയൻ ആയതുകൊണ്ട് നമുക്ക് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഇൻ വ്യൂ ഓഫ് റീജിയൻ ആർ ദ ലാസ്റ്റ് ഇന്റഗ്രൽ ഈസ് ബെസ്റ്റ് ഹാൻഡിൽഡ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. അപ്പൊ ഇത് പോളാർ കോർഡിനേറ്റിൽ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇൻ പോളാർ കോർഡിനേറ്റ്സ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ equal to 4 and x square plus y square equal to 1 are respectively എങ്ങനെ എഴുതാം? ഇതെന്ന് പറഞ്ഞാൽ റേഡിയസ് 2 ആയിട്ടുള്ളതാണ്. r equal to 2 ആൻഡ് ഇത് റേഡിയസ് 1 ഉള്ളത് r equal to 1 എഴുതാം അല്ലെ. പിന്നെ അവിടെ തീറ്റ എന്ന് പറയുന്നത് വേരി ചെയ്യുന്ന എവിടെ നിന്നിട്ട് എവിടെ വരിക? സർക്കിൾ ആവുമ്പോൾ 2π ഉണ്ടാവും. 0 to 2π ഉണ്ടാവും. Hence the region R is completely determined by the inequalities 1 less than or equal to R less than or equal to 2, 0 less than or equal to theta less than or equal to 2π വരെ. അപ്പൊ ആറിന്റെ തീറ്റന്റെ ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് സർഫേസ് ഇന്റഗ്രൽ കാണാലോ. Therefore double integral over s y square z square ds equal to ഇവിടെ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ എഴുതാം. റൂട്ട് 2 നമ്മൾ ഇവിടെ എസ് എന്ന് പറയുന്നത് നമ്മൾ ആറിലേക്ക് മാറ്റിയായിരുന്നു അല്ലെ.
അവിടെ g(x(y) f(x(y) കൊടുക്കുന്ന അവിടെ തൊട്ട് ആറിലേക്ക് മാറ്റിയായിരുന്നു. നമ്മളിവിടെ ഡി ഒക്കെ ആക്കിയില്ലേ, അവിടെ നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിലും കൂടെ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓവർ എസ് g(x(y) f(x(y)ന്റെ അവിടെയും കൂടെ കൊടുക്കണം. √2 ഡബിൾ ഇന്റഗ്രൽ ഓവർ r y² x² പ്ലസ് y² dA √2. ഇപ്പൊ നമ്മള് ലിമിറ്റ് കിട്ടി, തീറ്റയ്ക്ക് ആറിന് ലിമിറ്റ് കിട്ടി. അപ്പൊ ആദ്യം തീറ്റന്റെ കൊടുക്കുക. ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 1 to 2 രണ്ടും കോൺസ്റ്റന്റ് ലിമിറ്റ്, കുഴപ്പമൊന്നുമില്ല. ഇനി വൈക്ക് എന്താ പോളാർ കോർഡിനേറ്റില് y എന്തായിരുന്നു? r സൈൻ തീറ്റ. അപ്പൊ r² sin² തീറ്റ y² ആയതുകൊണ്ട്. അതുപോലെ x എന്ന് പറയുന്നത് എന്താ? r² സ്ക്വയറാണ് ഞാനെടുത്ത് cos² തീറ്റ. y എന്ന് പറയുന്നത് r² sin² തീറ്റ. dA എന്ന് പറയുന്നത് എന്താവും? r dr d തീറ്റ അല്ലെ. പിന്നെ നമ്മള് ഇതിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? r² കോമൺ ആയിട്ട് എടുക്കാം അല്ലെ. r² കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാല് cos² തീറ്റ പ്ലസ് sin² തീറ്റ എന്താവും? 1 ആയി മാറും അല്ലെ. ഇവിടെ നമുക്ക് r²ഉം ഇവിടെ ഒരു r ഉണ്ട്. അപ്പം ടോട്ടൽ r⁴ r⁵ ആവും. അപ്പൊ √2 ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 1 to 2 r⁵ sin² തീറ്റ dr d തീറ്റ എന്ന് കിട്ടും. ഇനി ഇതിനെ വേണം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടൊക്കെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. which is equal to നമ്മൾ വിത്ത് റെസ്പെക്ട് ടു r ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം. √2 ഇന്റഗ്രൽ 0 to 2π r⁵ ഇന്റഗ്രേഷൻ r⁶/6 sin² തീറ്റ d തീറ്റ. അപ്പൊ ഇവിടെ ഇതിന്റെ ലിമിറ്റ് എന്താ? 1 to 2. √2 ഇന്റഗ്രൽ 0 to 2π r-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2�6/6 മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ 1/6 sin² തീറ്റ d തീറ്റ. പിന്നെ നമ്മള് ഇവിടെ വാല്യൂ കൊടുക്കുക. 2⁵ എന്ന് പറയുമ്പോൾ 32, 2�6 എന്ന് പറയുമ്പോൾ 64 വരും അല്ലെ. 64 മൈനസ് 1 63. √2 ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇവിടെ പുറത്തെടുക്കാം. 63/6 എന്ന് കിട്ടും. 3 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 2, ഇവിടെ 2 1 21/2 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് 21 √2/2 എന്ന് കിട്ടും. ഇന്റഗ്രൽ 0 to 2π sin² തീറ്റ d തീറ്റ which is equal to 21 √2/2 sin² തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? 1 - cos 2θ/2 എന്ന് എഴുതാം. 1 - cos 2θ/2 d തീറ്റ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. 21 √2/2 1ന്റെ ഇന്റഗ്രേഷൻ നമുക്ക് ഈ 2നെ കൂടെ പുറത്തേക്ക് എടുക്കാം. 4 ആയി. അപ്പോൾ 1ന്റെ ഇന്റഗ്രേഷൻ തീറ്റ മൈനസ് cos 2θന്റെ ഇന്റഗ്രേഷൻ sin 2θ/2 0 to 2π. അപ്പൊ 2π കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2π വരും. 21 √2/4 2π. ഇനി ഇവിടെ 2π കൊടുക്കുകയാണെങ്കിൽ എന്താ? sin 4π വരും. sin 4π എന്ന് പറയുന്നത് 0 ആണ്. ഇനി അടുത്ത് 0 കൊടുത്തെങ്കിൽ ഇവിടെ 0 വരും. sin 0 എന്ന് പറഞ്ഞതും 0 വരും. അപ്പൊ നമുക്ക് 2π മാത്രമേ ഉള്ളൂ. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 2 വരും. ടോട്ടൽ എന്ത് വരും? 21 √2/2 π വരും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്.
സർഫേസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കിൾ എലിപ്സ് ഒക്കെ വരുന്നിടത്തൊക്കെ നമുക്ക് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റേതിന്റെ ലിമിറ്റും ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. റീജിയന്റെ ഇന്റഗ്രേഷൻ ഓഫ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടി വരുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. Next question is, suppose that a curved lamina S with constant density rho of xyz equal to k is the portion of the paraboloid z equal to x square plus y square below the plane z equal to 1. Find the mass of the lamina. അപ്പോൾ നമ്മൾ മാസ് ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് റോ ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. അതാണ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ആണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ള എസ് എന്ന് പറയുന്നത് പോർഷൻ ഓഫ് ദ പരാബോളോയിഡ് ആണ്. സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ പരാബോളോയിഡ് ആണ്. അതിന്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പ്ലെയിനിന് താഴെയുള്ള ഭാഗത്തെ പോർഷൻ മാത്രമേ ഉള്ളൂ. അതിലെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാം. പരാബോളോയിഡ് പോലെ ഇരിക്കുന്നു വിചാരിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ സെഡ് ഈക്വൽ ടു 1 പറഞ്ഞ ഭാഗത്ത് കട്ട് ചെയ്യും. ഇതിങ്ങനെ പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇവിടുത്തെ പ്ലെയിൻ ആണ് സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഇവിടെ അങ്ങോട്ട് സെഡ് ആക്സിസ് ആണിത്. അപ്പൊ ഇനി ഇതിനെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്ത്, എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസ് ആണ്. എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 റേഡിയസ് ഉള്ള ഇത് പ്രൊജക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1 റേഡിയസ് ഉള്ള സർക്കിളാണ് കിട്ടുക. ഇവിടെ നമുക്ക് കിട്ടുക 1 റേഡിയസ് ഉള്ള സർക്കിളാണ്. ഇതിനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് അങ്ങനെ കിട്ടുക. ഈ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 റേഡിയസ് ഉള്ള സർക്കിളാണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്താ? ഇതാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ വരിക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അതാണ് 1 റേഡിയസ് ഉള്ള സർക്കിൾ അല്ലെ. അപ്പൊ അത് നമുക്ക് കിട്ടും. To find the mass of the lamina, we have to integrate the density function rho of xyz equal to k over the surface S, which is the portion of the paraboloid x square plus y z equal to x square plus y square below the plane z equal to 1. Its projection r on the xy plane is bounded by the circle x square plus y square equal to 1. If we write the equation of the given surface as z equal to f of xy. ഇതിന് മുന്നേയുള്ള എല്ലാ സ്റ്റെപ്പും ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ എഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 2x. എഫ് വൈ എന്ന് പറയുന്നത് 2y. ഇനി നമുക്ക് മാസ് കണ്ടുപിടിക്കാമോ? ഹെൻസ് മാസ് ഓഫ് ദ എബോവ് സർഫേസ് ഈസ് ഗിവൺ ബൈ മാസ് m ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ s rho of xyz ds, which is equal to double integral over s k ds. അപ്പൊ നമ്മള് റീജിയൻ ആറിലേക്ക് മാറ്റി, എക്സ് വൈ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്തപ്പോ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എന്താവും? കെ ഡി എസിന് പകരം റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ d, which is equal to double integral over r k root of 1 plus fx square എന്ന് പറഞ്ഞാൽ 4x square, fy square എന്ന് പറഞ്ഞാൽ 4y square d. അപ്പൊ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് പോളാർ ഇക്വേഷൻ, പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. In view of region R, the last integral is best handled in polar coordinates.
ഇൻ പോളാർ കോർഡിനേറ്റ്സ് നമ്മളങ്ങനെ മാറ്റി എഴുതിയാൽ എന്ത് വരും? ഇൻ പോളാർ കോർഡിനേറ്റ്സ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ x² + y² = 1 ഈസ് r = 1. അപ്പൊ ഈ ആ സർക്കിളിൽ നമുക്ക് എങ്ങനെ എഴുതാം? r = 1 എഴുതാം. Hence the region R is completely determined by the inequalities 0 less than or equal to r less than or equal to 1 and theta എന്ന് പറയുന്നത് 0 to 2π ആയിരിക്കും. Therefore m equal to double integral over r k root of 1 plus 4x² plus 4y² dA. അപ്പൊ നമ്മൾ പോളാറിലേക്ക് മാറ്റാണ്. ഇന്റഗ്രൽ 0 to 2π k എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാം. ഇന്റഗ്രൽ 0 to 1 root of 1 plus 4x² നമുക്ക് എങ്ങനെ എഴുതാം? r² cos² theta plus 4r² sin² theta r dr d theta എഴുതി. ഡി എനെ അങ്ങനെ മാറ്റി എഴുതണം. r വിട്ടു പോരുത് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. k ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to 1. ഇവിടെ 4r² കോമൺ ആണ്. cos² theta plus sin² theta 1 ആണ് അല്ലെ. ഇത് നമ്മളിങ്ങനെ 4r² കോമൺ ആയിട്ട് എടുത്തു. cos² theta plus sin² theta 1 കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 plus 4r² മാത്രമേ ഉള്ളൂ. r dr d theta. അപ്പൊ ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കി മാറ്റി. 1 plus 4r² r dr d theta. അപ്പൊ ഇനി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനിയിപ്പോ ഇത് നമ്മൾ റൂട്ടിന് ഉള്ളില് 4r² ഒക്കെ വരുന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം അല്ലെ. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മള് 1 plus 4r² u എന്ന് കൊടുത്തു. അങ്ങനെ ആകുമ്പോ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കാം. 8r dr എന്ന് പറയുന്നത് വരും du വരും. അപ്പോൾ ഇവിടെ നമുക്ക് r dr ആവശ്യമുള്ളൂ. r dr എന്ന് പറയുന്നത് എന്ത് വരും? du/8 വരും. ഇനി നമ്മുടെ ലിമിറ്റ് r 0 ആവുമ്പം u എന്താവും? 1 ആവും. r 1 ആവുമ്പം u എന്താവും? r 1. അപ്പൊ u എന്ന് പറയുന്നത് 4 plus 1 5 ആവും. പിന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. k ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 1 to 5 റൂട്ട് ഇതിന് നമ്മൾ u എന്ന് എഴുതി. റൂട്ട് u r dr-നെ du/8 എന്ന് എഴുതി d theta. അപ്പൊ ഈ 1/8 നമുക്ക് പുറത്തെടുക്കാം. k/8 ഇന്റഗ്രൽ 0 to 2π. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു u നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. റൂട്ട് യുവിന്റെ ഇന്റഗ്രേഷൻ u⁻³ 3/2/3/2 1 to 5 d theta. ഇപ്പോ k/8 ഇന്റഗ്രൽ 0 to 2π 5 എടുത്തു. 5³ അല്ലെ. 5⁻³ 5⁻³/2. ഈ 3/2 മുകളിലേക്ക് എടുത്താൽ എന്താ വരും? 2/3 വരും അല്ലെ. 2/3 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 4 × 3 എന്ന് വരും. k/12 വരും ഇവിടെ. മൈനസ് 1⁻³ അത് 1 തന്നെ d theta. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാനുണ്ട് വിത്ത് റെസ്പെക്ട് ടു തീറ്റയും കൂടെ അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു k/4 × 3 12 എടുത്തു. ഇന്റഗ്രൽ 0 to 2π
5^3/2 വേണമെങ്കിൽ 5² ക്യൂബ് അല്ലേ, അപ്പൊ 5√5 എന്ന് എഴുതാം അതിന്. അത് നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം. 5√5 എന്ന് എഴുതി -1. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. പിന്നെ തീറ്റേന്റെ ഫംഗ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ വരും 0 to 2π. അപ്പോൾ k/12 5√5 -1. തീറ്റയ്ക്ക് 2π കൊടുക്കുമ്പോൾ 2π, 0 എടുത്താൽ -0, അപ്പോൾ 2π ഉള്ളൂ. നമുക്കിനി 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 കിട്ടും. അപ്പം ലാസ്റ്റ് എന്ത് കിട്ടി? kπ/6 5√5 -1. ഇതാണ് നമ്മുടെ മാസ് എന്ന് പറയുന്നത്. അപ്പം ഇനി ഏത് ഫംഗ്ഷൻ, ഇപ്പം നമുക്ക് മുന്നേ തന്ന ഏത് ഫംഗ്ഷൻ തന്നാലും നമുക്ക് മാസ് കണ്ടുപിടിക്കാം. നമുക്ക് അതിലെ റീജിയൻ മാത്രമേ ആവശ്യമുള്ളൂ. മാസിന്റെ ഇക്വേഷൻ എന്താ? റോയിനെയാണ് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ചെയ്യുന്നത്. അവിടെ നമ്മൾ z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, നമ്മുടെ g(x, y, z) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒന്നുമില്ല. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി.